ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടക്കാനത്താണ്. കൊട്ടക്കാനത്ത് ഇവിടെ നമ്മുടെ തൂക്കുപാലമുണ്ട്, അതിൻ്റെ അടുത്തായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പാലം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ തൂക്കുപാലത്തിലേക്ക് കയറാൻ പോകുന്നു. ഇതാണ് തൂക്കുപാലത്തിൻ്റെ എൻട്രി. അപ്പോൾ അവിടെ നിന്ന് രണ്ട് ചേച്ചിമാർ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഒരു കുടുങ്ങുന്ന മോശമല്ലേ, നമുക്ക് ഇങ്ങോട്ട് ഇവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണാം. ഇങ്ങോട്ട് കുറേ കാടും മലയെല്ലാം ഉണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി നോക്കാം. ഞാൻ താഴത്തുനിന്ന് ആദ്യം കാണിച്ചു തരാം തൂക്കുപാലത്തിൻ്റെ ഇത്. കണ്ടതില്ലെങ്കിൽ ഗൈസ്, നമ്മൾ തൂക്കുപാലം ഇപ്പോൾ രണ്ട് ചേച്ചിമാരെ കൊണ്ട് വരുന്നുണ്ടായാലും കയറാൻ ഞാൻ അതേ നേരം ഇങ്ങോട്ട് ഞാൻ വന്നത്. പിന്നെ അവർ വീഡിയോയിൽ കൊടുക്കുമ്പോൾ മോശമല്ലേ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ തേറണ്ടി കൊട്ടക്കാനത്താട്ടോ ഈ തൂക്കുപാലം. അതൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ കയറി നോക്കാം. തൂക്കുപാലം കാണിച്ചു തരാം. അപ്പോൾ അവരങ്ങ് വിലക്കടെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിന് ആദ്യം കയറാം. അവർ വരുന്നോണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇവിടെ ചേച്ചിയും കൊണ്ട് വരുന്നുണ്ട്. നമ്മളെ തൂക്കുപാലം, കൊട്ടക്കാനം തൂക്കുപാലം കേട്ടോ. പേടിയാ കൂട്ടാ ശരിക്കും. ആദ്യം വന്നാലും ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്, എന്നാലും ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. അങ്ങോട്ടുകൂടെ അനങ്ങും നടക്കുമ്പോൾ. വീട് സഹിക്കണ്ടവേ, നടുക്കെത്തുമ്പോൾ ശരിക്കും അങ്ങോട്ടും കൂടെ അനങ്ങും. ശരിക്കും പേടിയാവും കേട്ടോ നടന്നു പോകുമ്പോൾ. അപ്പുറം എത്തിയിട്ട് ഇങ്ങോട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇപ്പുറം എത്താനായിട്ടാ. അപ്പോൾ ചേച്ചി വരുന്നുണ്ട് ഇങ്ങോട്ട്. ചേച്ചി പോയി കഴിഞ്ഞിട്ട് ബാക്കി വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് ശരിക്ക് സ്ഥലം പറഞ്ഞാൽ കൊട്ടക്കാനം, കൊട്ടക്കാനം എന്നാണ് പറയല്. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ ഫോൺ പെട്ടെന്ന് എന്തോ സംഭവിച്ചു പോയിട്ടാ. പെട്ടെന്ന് വീഡിയോ ഒക്കെ എന്തോ ഒരു പ്രോബ്ലം, പെട്ടെന്ന് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആദ്യം വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതല്ല കേട്ടോ. എന്താ ഇത് ശരിക്കും നമ്മളെ കൊട്ടക്കാനം തന്നെ കേട്ടോ ശരിക്കും സ്ഥലം. നമ്മളെ തേറണ്ടി കൊട്ടക്കാനം ചപ്പാരപ്പടവ്. ചപ്പാരപ്പടവെന്ന് അതിന് കുറച്ച് ഇപ്പുറമായിട്ട് വരും. ഇവിടുത്തെ ഇതാ കേട്ടോ കാഴ്ചകൾ. ഞാൻ നടുക്കെത്തിയിട്ടുണ്ട്. ഇല്ലേ, ഞാനിപ്പോൾ നടുക്കാൻ നിൽക്കുന്നത്. ചെറിയൊരാട്ടമുണ്ട്.
ഇപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായി, ഇപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാം. അപ്പോൾ അങ്ങനത്തെ ആ ചേച്ചിമാർ പോയ വഴിയായത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കട്ടെ. ഒരു പഴയ വീട്ടിൻ്റെ ഒരു ഗേറ്റ് പോലെ ഉണ്ട് കടിച്ച്. ഇങ്ങനെ ഒരു ഗേറ്റ്. നല്ല ഇറങ്ങുന്നുണ്ട് കാണാൻ. വെച്ചാൽ ഫുള്ള് കാടും പുഴയും. എന്താ കാപ്പി മരാട്ടോ. കണ്ടു ആ ചേച്ചിമാർ ഇങ്ങോട്ടാ പോയി. നമുക്ക് നോക്കാം ഇതിൽ എവിടെ എത്തും നോക്കാം. ഫുള്ള് പോകാൻ കഴിയില്ല, എന്നാലും കുറച്ച് പോയിട്ട് ഇങ്ങനെ കാണാം. ഇപ്പോൾ ഞായറാഴ്ചയിലും വന്ന നല്ല ആളുണ്ടായിരിക്കും. അവിടെ ഇരിക്കേണ്ട സൗകര്യം കണ്ടിന്. ഇവിടെ ചെറിയൊരു വേറൊരു പാലമുണ്ട് കേട്ടോ. ചെറിയ തോട്ടിൻ്റെ പാലാന്ന് തോന്നുന്നു. അത് ചെറിയ തോടാണ് കേട്ടോ. പുഴയിലൊക്കെ ഇറങ്ങുന്ന ഒരു ചെറിയ തോട്. ചെറിയ തോട്. ഇത് മറ്റേ റോഡായിട്ടാ. ആ റോഡിലൊക്കെ ഈ ചേച്ചിമാർ പോയേട്ടാ. അത് ശരി. ആ വണ്ടിയിലും വന്നുണ്ട്. ഓ ഇതിലും വരാം. ഞാൻ അപ്പുറത്തേ വന്നതാണ്, അപ്പുറം വണ്ടി വെച്ചിട്ട്. ഒരു ചൂണ്ടലും കയറെടുത്തെങ്കിൽ കുറച്ച് കോഴി വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും എടുത്തെങ്കിൽ മീനെ പിടിക്കാൻ പറ്റിയ സ്ഥലം തന്നെ. മീനൊന്നും കാണുന്നില്ല. ചെറിയൊരു പാലം. പണ്ടേ ഇല്ല പാലം തോന്നുന്നു. അതിന് കുറേ പൊട്ടിപ്പൊളിഞ്ഞ് പോകാനായി. നല്ലൊരു അന്തരീക്ഷം. മഴയില്ലാതുകൊണ്ട് നല്ല സുഖം തന്നെ. ഇങ്ങോട്ട് പോയി നോക്കാം. പിന്നെ അങ്ങോട്ട് വലിയ കാണാനൊന്നുമില്ല കേട്ടോ. പാമ്പോ പെരുപ്പാമ്പാറ്റുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. വീടിന് അത്യാവശ്യം ഇങ്ങനെ കാണാനില്ല കേട്ടോ. പുഴയും കാര്യങ്ങളും. അപ്പോൾ ഗൈസ് എല്ലാവരും വരിക, കാണുക. നല്ല എക്സ്പീരിയൻസ്. ഞാൻ മുമ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. അന്നേരം മുമ്പ് ഞാൻ വന്നിരുന്നു. അന്നേരം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. കുറേ വർഷം മുമ്പ്, കൊറോണക്കെല്ലാം മുമ്പ്. അന്നേരം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. ഓക്കെ, ബാക്കി നമുക്ക് 2 മിനിറ്റ്. അതൊന്നുമില്ല, 2 മിനിറ്റ് ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടി ചേട്ടാ നിർത്തി കയറിയതാണ്. അപ്പോൾ വീഡിയോ ഓഫാക്കി ചേട്ടാ. അപ്പോൾ അവിടെ നിന്ന് മടങ്ങി കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെയും തൂക്കോളത്തിനടുത്തൊക്കെ നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് വലിയൊന്നും കാണാനില്ല ഇപ്പം പോയടത്തേക്ക്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ മൊബൈലിലാണ് പിടിക്കുന്ന വീഡിയോ. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. എന്നാലും ഒരു ക്യാമറയിൽ മേടിക്കണം,
നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പണിക്കാൻ പറ്റൂ. ഇപ്പോൾ ഫോണിൽ പിടിക്കുന്നതിൻ്റെ അതിൻ്റേതായ ഇതുണ്ടാവുമല്ലോ, ഫോണ് ജർക്കിങ്ങും കാര്യമെല്ലാം ഉണ്ടാവും. എന്നാലും പരമാവധി ഞാൻ നോക്കിയിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. നേരത്തെ ആ ചേച്ചിമാർ വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ, ഒന്നും കൂടി ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം പുഴയിലേക്ക്. പാലത്തിൻ്റെ ഉള്ളിൽ 2 കുട്ടികളുണ്ട്, 2 ചെറുപ്പക്കാരുണ്ട്. പിന്നെ അവിടെ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാക്കേണ്ട വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. നമ്മളെ തൂക്കുവലം നേരത്തെ ഞാൻ കാണിച്ചത് അതേപോലെ തന്നെ. ഇത് മഴ വെച്ച് വെള്ളം കുറവാട്ടോ, മഴയായതുകൊണ്ട്. അവിടെയെല്ലാം ഇത്ര ഹൈറ്റിൽ വെള്ളം പോയി തോന്നിട്ടാ, ഇല്ല കാടെല്ലാം കണ്ടില്ലേ ഒലിച്ചു പോയതിൻ്റെ അടയാളം. 2 ദിവസമായി മഴ കുറവ് കൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ മടങ്ങുന്നു. ഇപ്പോഴത്തെ പരമാവധി ഞാൻ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നാട്ടിലേക്ക് പോകണം. നാട്ടിൽ പോയിട്ട് തലപ്പുറം പെട്ടോത്ത് പോകണം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പം തൂക്കാലത്തോട് വീട് പറയണം. ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കേണ്ട സൗകര്യമുണ്ട് കേട്ടോ, എല്ലാ പാർക്കിംഗ് സൗകര്യമെല്ലാം. ഇങ്ങോട്ട് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു പഴയ വീടുണ്ട്. എന്താ
അത്യാവശ്യം ഇരിക്കേണ്ട ഞായറാഴ്ചകളിൽ മതി ഇരിക്കേണ്ട സൗകര്യങ്ങളുണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് പുഴയിലിറക്കി മീൻ പിടിക്കുക, ചൂണ്ടലെടുത്തെങ്കിലും മീൻ പിടിച്ചിട്ട് പോകാൻ. എന്താ കുറേ ബെഞ്ചും ഇതെല്ലാം ഉണ്ട്. ചളി ഉണ്ടാവും, ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, പലരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കയറിയും കത്തി എൻ്റെ വണ്ടിയുടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.